വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മണ്ഡലമാണ്. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയും ബാക്കി 7 പഞ്ചായത്തോട് ചേർന്നാണ് സുൽത്താൻ ബത്തേരി മണ്ഡലം. അതിൻ്റെ വോട്ട് ഷെയർ, പഞ്ചായത്ത് ഇലക്ഷനിലെ വോട്ട് ഷെയർ നോക്കിയാൽ ഇവിടെയും UDF ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അതായത് വയനാട്ടിലെ 3 മണ്ഡലം നോക്കുകയാണെങ്കിൽ 3 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. 71,000 വോട്ട് പിടിച്ച് 40% വോട്ട് പിടിച്ച് UDF ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. LDF 66. തൊട്ടുപുറയാണ് ഇവിടെ. ബാക്കിയായിട്ട് കുറച്ചുകൂടെ പുറയിലായിരുന്നെങ്കിലും LDF സുൽത്താൻ ബത്തേരിയിൽ ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ കൊടുക്കുന്നുണ്ട്. 67,000 വോട്ടിനാണ് LDF പിടിച്ചത്. ആ ഒരു 5,000 വോട്ട് താഴെയുള്ളൂ ഫസ്റ്റ് സെക്കൻഡ് തമ്മിലുള്ള വ്യത്യാസം. NDA BJP കാര്യമായ സ്വാധീനമില്ല. വയനാട് 16,000 വോട്ട് 30,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അതേഴ്സ് 12,000 വോട്ട് അവിടെ വെളിയിലുണ്ട് സ്വതന്ത്രരുടെ. UDFന് 92 മെമ്പർമാരുള്ളപ്പോൾ LDFന് 68, NDA 13, അതേഴ്സ് 12. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ വോട്ട്. ലാസ്റ്റ് ഇലക്ഷൻ്റെ വോട്ട്, പഞ്ചായത്ത് ഇലക്ഷൻ്റെ. അതിൻ്റെ ചരിത്രം നോക്കാം. മണ്ഡലത്തിൻ്റെ 2011 IC ബാലകൃഷ്ണൻ കോൺഗ്രസ് ജയിച്ചാണ്. 2016 അദ്ദേഹം തന്നെ നിലനിർത്തി. 2021 അദ്ദേഹം തന്നെയാണ് മത്സരിച്ചത്. അദ്ദേഹം അത് നിലനിർത്തി. അപ്പോൾ 2026 അദ്ദേഹമാണ് മത്സരിക്കുന്നത്, IC ബാലകൃഷ്ണൻ. CPMന്റെ MS വിശ്വനാഥൻ, അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. പിന്നെ BJPയുടെ കവിത S, ഒരു വനിതാ ക്യാൻഡിഡേറ്റിനെയാണ് BJP അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ തന്നെ UDF ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. UDFന്റെ സിറ്റിംഗ് MLA ഉള്ളതാണ്. 70,000 വോട്ട്, 7,000 വോട്ട് ഓൾറെഡി ഫ്രണ്ടിലാണ്. 5,000, 6,000 വോട്ട് ഫ്രണ്ടിലാണ്. പിന്നെ അത്രയും മെമ്പർമാരുണ്ട്, 92 മെമ്പർമാരുണ്ട്. എഫക്റ്റീവ്ലി ഭരണവിരുദ്ധ വികാരം കൊണ്ട് LDFന്റെ വോട്ട് കുറച്ചുകൂടി കുറയും. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് UDF ജയിക്കുമെന്നാണ്. സുൽത്താൻ ബത്തേരി മണ്ഡലം UDF ജയിക്കുമെന്നാണ്.